അതിനൊരേ ഒരു കാരണേ ഉള്ളൂ. ജെനിയെ പോലെ ക്വാളിഫൈഡ് ആയ ഒരു വൈഫല്ല സുധിയുടെ വൈഫ്. അവരെ നമുക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സുധിക്ക് നാണമാണോ? ഷീസ് എ ലോക്കൽ 2-വീലർ മെക്കാനിക്. വെറും 4ാം ക്ലാസ് ബിരുദം, കോളനിയിലെ കുരുത്തം കെട്ട റൌഡി. സുധിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കല്യാണ തലേന്ന് നിശ്ചയിച്ച പെണ്ണ് ഏതോ ഒരുവന്റെ കൂടെ ഓടിപ്പോയാ അവനെന്ത് ചെയ്യും? കിട്ടിയതിനെ കേട്ടുക. മാന രക്ഷിച്ചല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ ചിലപ്പോ മണിമംഗലം ബിൽഡേഴ്സിന്റെ അടിത്തറയായ ചന്ദ്രദാസ് നെഞ്ചുപൊട്ടി മറിഞ്ഞു വീണാലോ? ഒരു വലിയ വിഴുപ്പും പേറിയാണ് സുധി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, സുധി വേദനിക്കുന്ന കോടീശ്വരനാണ്. ഓക്കെ, ദീർഘിപ്പിക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ ഈ അവസരം ഞാൻ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല. അവാർഡ് ജേതാവിന് എന്റെ 1000 അഭിനന്ദനങ്ങൾ. താങ്ക് യു. വരൂടാളെ. എനിക്ക് സംസാരിക്കാൻ പറ്റും? അത് എന്തു കുഴപ്പം? മാഡം സംസാരിക്കൂ പ്ലീസ്. താങ്ക്സ്. എനിക്ക് പ്രസംഗിച്ച ശീലമൊന്നുമില്ല. അഭിജിത്ത് സാറ് പറഞ്ഞതുപോലെ വെറും 4ാം ക്ലാസ് ബിരുദവുമായി നടക്കുന്ന കോളനിയിലെ കുരുത്തം കെട്ട റൌഡി തന്നെയാ ഞാൻ. അങ്ങനെയുള്ള ഞാൻ ഇത്രയും വലിയൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ ഒട്ടും യോഗ്യയല്ലെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഫംഗ്ഷനിൽ പങ്കെടുക്കാതെ ഞാൻ കാറിലിരുന്നത്. അല്ലാതെ അഭിജിത്ത് സാറ് പറഞ്ഞതുപോലെ സുധി എന്നെ കാറിലിരുത്തി പോന്നതല്ല. ഞാൻ വളർന്ന ചുറ്റുപാടും ഇവിടുത്തെ അന്തരീക്ഷവും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഇവിടേക്ക് വരുന്നില്ലെന്ന് ഞാൻ സുധിയോട് നിർബന്ധം പിടിച്ചതാ. നിൽക്ക് കാവേരി,
എന്താ ചത്? എന്താ ഇതൊന്നും എന്റെ മോന് മനസ്സിലായില്ലേ? ആ മനസ്സിലായി. അല്ല ഇത് ഇപ്പോ താലപ്പൊലിയും ചെണ്ടമേളം കൂടെ ആവായിരുന്നല്ലോ. നേരാ, ഞാനും ആലോചിക്കുകയല്ല. പക്ഷേ പെട്ടെന്നായതുകൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല മോളെ. ആരതി ഒഴിയും മോളെ. ആ ഓ, എന്തൊക്കെയാ ഓരോ ചടങ്ങുകള്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ മണിമംഗലം ബിൽഡേഴ്സിന് അവാർഡ് കിട്ടുന്നത്. ഇത് മണിമംഗലം ബിൽഡേഴ്സിന് അവാർഡ് കിട്ടിയതിനല്ല. പിന്നെ ഓ, ഐശ്വര്യദേവത കണങ്കാലുകുത്തി കയറി വന്നതിന്റെ ആവോ അല്ലേ? ഇവരുടെ ഐക്യം, ഒത്തൊരുമ, സ്നേഹം, സംരക്ഷണം അങ്ങനെ എല്ലാം കണക്കിലെടുത്ത് മികച്ച കപ്പിൾസിനുള്ള അവാർഡ് കൂടി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഇവര് വന്നിരിക്കുന്നത്. ഇപ്പോഴാ എനിക്ക് എന്റെ അമ്മയോട് ശരിക്കും ബഹുമാനം തോന്നുന്നത്. അസലായിട്ടുണ്ടമ്മേ. എന്ത്? എല്ലാവരെക്കാളും മുകളിലാണ് സത്യ എന്നൊരു ധാരണ അവൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇതോടെ ആ ധാരണ അവസാനിച്ചിട്ടുണ്ടാവും. അച്ഛൻ തലയിൽ കയറ്റി വെച്ചെന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്ന് അവൾക്ക് തോന്നരുത്. ഇപ്പോ ഈ മുറിന്ന് ഞാൻ അവളെ ആട്ടി ഓടിച്ചത്. താമസിയാതെ ഈ വീട്ടിൽ നിന്നും അവളെ ഞാൻ ഓടിച്ചിരിക്കും. അമ്മേ, എന്നും ഇതേപോലെ സ്ട്രോങ് ആയിട്ടിരുന്നോളാം കേട്ടോ. ഇത്രയ്ക്ക് കൊമ്പത്ത് നിന്ന് പ്രസംഗിക്കാൻ അവൾ ആരാ? കോളനിയിലെ ഒരു 2 വീലർ മെക്കാനിക് ആണെന്നല്ലേ അഭി എന്നോട് പറഞ്ഞത്? അതെ, അവള് വർക്ക്ഷോപ്പ് ജോലിക്കാരി തന്നെയാ. എന്നിട്ടും അവള് കയറിങ് സ്റ്റാറായി. ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് കിട്ടാത്തതിലല്ല എനിക്ക് വിഷമം. ബെസ്റ്റ് കപ്പിൾസ് അവാർഡെങ്കിലും നമുക്ക് കിട്ടുമെന്ന് ഞാൻ കരുതിയതാ. ബെസ്റ്റ് കപ്പിൾസ് സത്യയും സുധിയും. ആക്ടിംഗ് ആണെല്ലാം. അവൻ അവളെ കാറിലിരുത്തി പോരുന്നത് കണ്ടതല്ലേ നമ്മൾ. തെറ്റ് അഭിയുടെ ഭാഗത്താ. അവിടെ നിന്ന് അവളെ പിടിച്ച് ഫംഗ്ഷൻ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതാ കുഴപ്പമായത്. ശരിക്കും പറഞ്ഞ അഭി വടി കൊടുത്ത് അടി വാങ്ങിക്കായിരുന്നു. സത്യയുടെ വിലാപ പ്രസംഗത്തിൽ മനസ്സലിഞ്ഞു പോയവരാണ് അവിടെ ഉണ്ടായിരുന്ന ബിസിനസ്സുകാരെന്ന് ഇപ്പൊ ബോധ്യായി. ഭൂമി കിടന്ന് കറങ്ങല്ലേ, ഇനിയും അവസരം വരും. ഇല്ല, ഇനി ഏത് അവസരം വന്നാലും നമുക്ക് നഷ്ടപ്പെട്ട അവാർഡ്, അഭിമാനം ഒന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. സുധിക്ക് ഇപ്പൊ കിട്ടിയതിനേക്കാൾ വലിയൊരു അവാർഡ് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. വാട്ട്? അതൊരു ദുരന്ത വാർത്തയാ. എന്താ അഭി? ഒരു വലിയ ബോംബ്. കേൾക്കുമ്പോ സുധി നെഞ്ച് തകർന്ന് മരിക്കും. അവന്റെ ബിസിനസിന്റെ തലച്ചോറ് വെന്തുരുകും. ഭാര്യയും ബിസിനസ്സും എല്ലാം ഉപേക്ഷിച്ച് സുധി വനവാസത്തിനിറങ്ങും. ഇറക്കും ഞാൻ. ഈ രാഹുൽ എന്ന് പറയുന്നവനല്ലേ അന്വേഷിച്ചത്? ആ അതെ. ആളെ മനസ്സിലായോ? മനസ്സിലായി. ദേ, ആ വീട്ടിൽ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അതാരുടെ വീടാ? അവന്റെ വകയിലേതാ ബന്ധു എന്നാ പറഞ്ഞത്. പുള്ളി വേറും തരികിടയാണ്. ഒരുപാട് പോലീസ് കേസൊക്കെ ഉള്ളതാണ്. ആ ഉണ്ട്, അങ്ങനെയാ കേട്ടത്. നിങ്ങളുടെ ആരെ അവൻ കല്യാണം കഴിച്ചോണ്ട് വന്നത്? ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ചേച്ചിയാ. അവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ശരിക്കും അന്വേഷിച്ചിട്ട് വേണ്ടേ അവന്റെയൊക്കെ കൂടെ പറഞ്ഞു വിടാൻ.
ഇതങ്ങനെ സംഭവിച്ചതല്ല. ഓ, ഒളിച്ചോട്ടമാണല്ലേ. ഇതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു കുഴപ്പം. കാണാൻ ഭംഗിയൊന്നും വേണ്ട, കുറച്ച് കാശുണ്ടായിരുന്നാ മതി, അവന്റെ പിന്നാലെ അങ്ങ് പോയിക്കോളും. അതിനുവേണ്ടി അച്ഛനും അമ്മയും വേണ്ടെന്നും വെക്കും. മക്കളുള്ളവരാണെങ്കിൽ ഒന്നുകിൽ അതിനെ ശ്വാസം മുട്ടിച്ചോ കിണറ്റിലെറിഞ്ഞോ കൊന്നുകളയും, ഭർത്താവിന് വിഷം കൊടുക്കും. ദിവ്യ അങ്ങനെയുള്ള ഒരാളല്ല. അവനെ വിശ്വസിച്ച് കൂടെ പോയതാണ്. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. രാഹുലിനെ പോലുള്ള ഫ്രോഡുകളെ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഇവിടെ കണ്ട നാളെ അവനെ കാണുന്നത് ഉഗാണ്ടയിലായിരിക്കും. ദേ, ആ വരുന്നവനെയല്ലേ നിങ്ങൾ അന്വേഷിച്ചത്? കുരുവി പറയടാ. സത്യ, ഞങ്ങൾ രാഹുലിനെ കുറിച്ച് അന്വേഷിച്ചു. എന്നിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ? അതൊക്കെ ഞങ്ങൾ കൈയോടെ പിടിച്ചു. അതെയോ? അവൻ ചേച്ചി എവിടേക്കാ കൊണ്ടുപോയിരിക്കുന്നേ? അവരെവിടെയാ താമസിക്കുന്നേ? ഒന്നും പറഞ്ഞില്ല. ഇല്ലേ? നിങ്ങൾ എങ്ങനെയാ കണ്ടേ? ഞങ്ങൾ രാഹുലിനോട് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അവൻ ഞങ്ങളുടെ മുമ്പിൽ നിന്നും ബൈക്കിൽ കയറിപ്പോയത്. അതിന്റെ അർത്ഥം അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് പറയില്ല എന്നാണ്. ആർക്കറിയാം? അതല്ലെങ്കിൽ അയാൾക്ക് ദിവ്യയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാവും. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നത്? ചേച്ചി അവന്റെ കൂടെ പോയതിന് തെളിവില്ലേ? ഒരു കത്ത് മാത്രമല്ലേ ഉള്ളൂ. അതിലാണെങ്കിൽ ആരുടെ കൂടെയാണ് പോകുന്നതെന്ന് ദിവ്യ പറഞ്ഞിട്ടുമില്ല. ചേച്ചി അവൾക്ക് ഇഷ്ടപ്പെടുന്നവന്റെ കൂടെ പോകുന്നു എന്നാണ് എഴുതി വെച്ചിരുന്നത്. ചേച്ചിക്ക് ഇഷ്ടം രാഹുലിനോടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ? അതുകൊണ്ട് ദിവ്യയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് അവൻ പറഞ്ഞ, അവനെ കൊണ്ട് അവളെ കൊണ്ടുവരുന്ന വിദ്യ എനിക്കറിയാം. സത്യ ടെൻഷൻ അടിക്കാതിരിക്കുക. ചിലപ്പോ സ്ഥലം പറഞ്ഞ നമ്മൾ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് കരുതിയിട്ടാവും. അവൻ എന്ത് കരുതിയാലും വേണ്ടില്ല, എത്രയും പെട്ടെന്ന് ദിവ്യച്ചെ കണ്ടുപിടിക്കണം. അത് അല്ല, എവിടെയാണെന്ന് രാഹുൽ പറയാത്ത സ്ഥിതിക്ക് പറയാത്തവനെ കൊണ്ട് പറയിപ്പിക്കണം. അവനെക്കുറിച്ച് അവന്റെ നാട്ടിലൊന്നും യാതൊരു അഭിപ്രായമില്ല. ഞാൻ അന്വേഷിച്ചപ്പോഴും അങ്ങനെ അറിയാൻ പറ്റിയത്. ദിവ്യയും രാഹുലും തമ്മിലുള്ള കല്യാണം നടന്നതായി അവിടെയൊന്നും ആർക്കും അറിയില്ലെന്നും പറഞ്ഞു. എന്തായാലും ഇനി അവനെ കണ്ട വെറുതെ വിടരുത്. നിങ്ങൾ വിവരം എന്നെ അറിയിച്ചാ മതി. അറിയിക്കാം. എല്ലാവരോടും കളിക്കുന്ന കളി അവൻ എന്റെ കുടുംബത്തിൽ കയറി കളിച്ച പിന്നെ അവൻ ജീവനോടിരിക്കില്ല. നമ്മൾ നടക്കും, നീ നോക്കിക്കോ. കരുതി വെച്ച ബോംബ് സുധിയുടെ തലയിൽ വീഴുന്നതോടെ അവൻ ടെൻഷനാകും. ടെൻഷൻ പിടിച്ചവൻ ഭ്രാന്തനാകും. ഭ്രാന്തനാക്കി മാറ്റും ഞാൻ. അതോടെ കസ്റ്റമേഴ്സ് ഏത് പ്രോജക്ട് ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഭാവത്തിൽ ഉന്മത്തനായ അലയും സുധി. മണിമംഗലം ബിൽഡേഴ്സിന്റെ കണ്ണാണ് സുധി. ആ കണ്ണ് ഞാനങ്ങ് കുത്തിപ്പൊട്ടിച്ച് കളയാൻ പോവുക. പിന്നെ ഒന്നാമനായ സുധി 100-ആമനാകുന്നതും 2-ആമൻ 1-ആമനാകുന്നതുമായ കാഴ്ച നിനക്ക് കാണാം. ഞാൻ വെയിറ്റ് ചെയ്യാം. നമുക്ക് അബിയുടെ പുതിയ ഗസ്റ്റ് ഹൗസിൽ പോയാലോ? ഇപ്പോഴോ? അതിനെന്താ? ഗസ്റ്റ് ഹൗസ് എന്താ നീ ഒളിക്കുന്നേ? ഒന്നുമില്ല. എങ്കിൽ പിന്നെ പോകുന്നുണ്ടെന്താ? പോകാൻ സമയമായിട്ടില്ല. സമയമായിട്ടില്ലെന്നോ? നമുക്കിടയിൽ സമയത്തിന് എന്ത് സ്ഥാനം? സമയത്തിന് സ്ഥാനമില്ല, പക്ഷേ ഗസ്റ്റ് ഹൗസിന് സ്ഥാനമുണ്ട്. അതെ, കണ്ടത് മുഴുവൻ പരിചയമില്ലാത്തതായിരുന്നല്ലോ. നിന്നെ കണ്ട് പഠിക്കാനാ അന്ന് നിന്റെ വൈഫ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ നിന്റെ പിന്നാലെ ഉണ്ടാവും, പഠിക്കാൻ. എന്റെ പിന്നാലെ നടന്ന സമയം കളയാതെ ആ സമയം ബിസിനസ്സിൽ ശ്രദ്ധിക്കേ. അങ്ങനെ നല്ലൊരു ബിസിനസ്മാൻ ആവാൻ ശ്രമിക്കേ. നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടതൊന്നും നീ തരേണ്ടതില്ല. അതെല്ലാം ഞാൻ നേടിയെടുത്തോളും. നിന്റെ അച്ഛൻ ചന്ദ്രദാസ് അങ്ങനെയല്ലേ എല്ലാം സ്വയം നേടിയെടുത്ത മനുഷ്യൻ? ആ നന്മമരം വയസ്സായി പൊഴിഞ്ഞു വീഴാൻ ഇനിയധികം കാലതാമസമില്ല. അതോടെ നിലംപൊത്തും മണിമംഗലം ബിൽഡേഴ്സ്. സൂക്ഷിച്ച് സംസാരിക്കണം.
ബിസിനസിന്റെ കാര്യത്തിൽ നമ്മൾ ശത്രുക്കളായിരിക്കാം എന്ന് കരുതി വീട്ടിലുള്ളവരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. നീ എന്നെ എന്ത് ചെയ്യുന്ന? അടിച്ചു നിന്റെ അണപ്പല്ല് തെറിപ്പിക്കും ഞാൻ. അളിയാ, നീ എവിടെയാ? ഞാൻ ഡ്രൈവ് ചെയ്യാം. എന്താ നിനക്ക് വേണ്ടത്? നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? പ്രശ്നമൊന്നുമില്ല. ആ അഭി അവൻ എന്റെ മുന്നിൽ വന്നു, അതിന്റെ ഒരു ഇറിറ്റേഷൻ. അത്രേ ഉള്ളൂ. നീ വീട്ടിലേക്കല്ലേ? എന്താ കാര്യം? ഒന്നുമില്ല, ഒന്ന് കാണണം. നീ വീട്ടിലേക്കാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി. ദൈവത്തിന്റെ ഓരോരോ കളികളെ, ഭൂമിയുടെ ഓരോ കറക്കത്തിന്റെ കഥ ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ കറക്കത്തിന്റെ തുടക്കമാണ് ഇത്. ആരാബിത്? ഇതൊരു പുരസ്കാരമാണ്. ഭൂമിയിൽ നഷ്ടപ്പെട്ട അവാർഡിനു പകരം ആകാശത്ത് നിന്ന് ദൈവം തന്നുവിട്ട പുരസ്കാരം. സത്യം പറ, ഏതായി പെണ്ണ്? സുധിയുടെ പ്രണയിനി, അതായത് ലവർ. ആരാ? അവള് തന്നെ. കല്യാണത്തലേന്ന് ഒളിച്ചോടിപ്പോയ പ്രതിശ്രുത വധു ദിവ്യ. ഇവളെങ്ങനെ ഇവിടെ എത്തി? നീ തട്ടിക്കൊണ്ടു വന്നെയാണോ? അത്രയ്ക്ക് ചീപ്പല്ല ഞാൻ. പിന്നെ ഇവളെങ്ങനെ എവിടെ എത്തി? അതും ഈ അവസ്ഥയില്? അല്ല, ഇവള് കാരണമല്ലേ സുദീപ് സത്യ കല്യാണം കഴിക്കേണ്ടി വന്നത്? എല്ലാം വിധിയുടെ വിളയാട്ടമാണ്. എനിക്കറിയണം ഇവളെങ്ങനെ ഇവിടെ എത്തിന്ന്. പറയാം. സുധിയുടെ കല്യാണ ദിവസം കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ എവിടുന്നോ ഓടിവന്നൊരു പെൺകുട്ടി ഒരു കാറിന്റെ മുന്നിൽ ചാടി. ഉഗ്രൻ ഒരു ആക്സിഡന്റ്. നിങ്ങളോട് പറഞ്ഞിട്ടാണോ സത്യ പുറത്തേക്ക് പോയത്? സത്യ ഇവിടെ ഇല്ലേ? ഇത് തന്നെയാ സുധിയോട് ചോദിച്ചപ്പോ അവനും ചോദിച്ചത്, സത്യ ഇവിടെ ഇല്ലേന്ന്. അവള് പുറത്ത് വല്ലതും വാങ്ങാനോ മറ്റോ പോയതാവും. എവിടെ പോവാണെങ്കിലും വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ? ഒന്നുമല്ലെങ്കിലും അവളെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന ഒരു പുരുഷനല്ലേ ഈ വീട്ടിൽ, അവനോടെങ്കിലും പറയണ്ടേ? സത്യക്ക് അതൊന്നും ശീലമില്ല. കല്യാണം കഴിഞ്ഞ അത്തരം ശീലങ്ങളും മാറ്റണം. തോന്നിയ സമയത്ത് ആരോടും പറയാതെ പുറത്തു പോവുകയും തോന്നിയ സമയത്ത് കയറി വരികയും ചെയ്യുന്ന രീതി ഈ വീട്ടിൽ പാടില്ല. അവൾ എവിടെ പോയാലും ഏതു സമയത്ത് കയറി വന്നാലും അവളെ സംരക്ഷിക്കാൻ അവൾക്കറിയാം. അതുകൊണ്ട് സത്യയുടെ കാര്യത്തിൽ നമ്മൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല.
അങ്ങനെ സ്വയം സംരക്ഷിക്കാൻ കഴിവുള്ള അവളെന്തിനാ കല്യാണം കഴിച്ചത്? അതൊക്കെ നീ സത്യം വരുമ്പോ നേരിട്ട് ചോദിച്ചാ മതി. അച്ഛാ, ദേ വന്നല്ലോ മോള്. രണ്ടുപേരും എന്നെ കാത്തിരിക്കുവാണെന്ന് തോന്നുന്നല്ലോ. അല്ല, അച്ഛൻ എപ്പോ വന്നു? ഞാനെവിടേക്കും പോയിട്ടില്ലല്ലോ. ഞാൻ അന്വേഷിച്ചപ്പോ കണ്ടില്ല. ഞാൻ രാവിലെ ഒന്ന് പുറത്തു പോയായിരുന്നു. നമ്മുടെ പുതിയ സൈറ്റില് കുറച്ച് ലേബർ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അല്ല, മോളെന്തിനാ തിരക്കിയത്? ഞാൻ പുറത്തു പോയപ്പോ ഒന്ന് അന്വേഷിച്ചെന്നേ ഉള്ളൂ, പറഞ്ഞിട്ട് പോവാൻ. തോന്നിയ സമയത്ത് പോകാനും വരാനും ഇത് നിന്റെ വർക്ക്ഷോപ്പ് അല്ല. നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടാ. വളരെ അത്യാവശ്യമായതുകൊണ്ടാമേ പോയത്. സുധിയോട് പറയാൻ പറ്റാത്ത എന്ത് അത്യാവശ്യം നിനക്കുള്ളത്? അത് പുറത്തു പോവുകയാണെങ്കിൽ അവനോടെങ്കിലും നിനക്കൊന്നും പറയാൻ പാടില്ലേ? സുധി അപ്പൊ ഇവിടെ കണ്ടില്ല. ഞാൻ പോയൊരു സോറി പറഞ്ഞേക്കട്ടെ. മോളെയല്ലേ? അവള് വരും. വരും വരും, ജീവനോടെ ആയിരിക്കില്ല എന്ന് മാത്രം. അവൾ ഒളിച്ചോടി പോയതേ ഒരാണിന്റെ കൂടെയാ. അല്ലാതെ നിങ്ങളുടെ ഭർത്താവിനെ പോലെ ആണും പെണ്ണും കെട്ട ഒരുത്തിന്റെ കൂടെ അല്ല. ഈ വേലയൊക്കെ അവിടെ നിങ്ങളുടെ സ്വന്തം കെട്ടിയനോട് മതി. ഇതിങ്ങനെ വളച്ചോടിച്ച് മുട്ടുകാലോണ്ട് ഒരു പെടപടച്ചോണ്ടല്ലോ. മോടേതമ്പുരം വിചാരിച്ച പോലും പിന്നെ നേരെയാക്കാൻ പറ്റില്ല. എടി, അത്രയ്ക്ക് തന്റെ ഉള്ളവളാണെങ്കിൽ കൊണ്ടുവാടി നിന്റെ ഒളിച്ചോടി പോയ ചേച്ചിയും കാമുകനെ. കൊണ്ടുവരും, നോക്കിക്കോ. മരിച്ചുപോയ എന്റെ അച്ഛനാണേ എന്റെ ചേച്ചിയെ ഞാൻ കൊണ്ടുവന്നിരിക്കും.